എവർഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മാത്തുക്കുടിച്ചായൻ. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ അടുത്ത് പല കസ്റ്റമറും ഓടി വരും. കടയ്ക്കകത്താണ്, വീടിനകത്താണ് ഇൻഡോർ ചെടികൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. പക്ഷേ അതെടുക്കുക, അവർക്ക് ഇഷ്ടപ്പെടുന്ന ചെടികളൊക്കെ ഉണ്ട്. ഇൻഡോർ വെച്ച് കഴിഞ്ഞാൽ നിസ്സാരം നമ്മുടെ വീടിനകത്ത് സൂക്ഷിക്കാൻ പറ്റിയ ചെടികൾ അപൂർവങ്ങളേ ഉള്ളൂ. ഇതുണ്ട്. ഈ ടൈപ്പ് ചെടികളൊക്കെ ആണെങ്കിൽ വീടിനകത്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ബുഷിയായിട്ട് വളരെ ഭംഗിയായിട്ട് നിൽക്കുന്ന ഈ അഗ്ലോണിമയുടെ കുറേ ഐറ്റം വെറൈറ്റി ചെടികളുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ വീടിനകത്ത് വെക്കാൻ പറ്റിയത്. ഞാൻ കുറച്ച് ചെടികളൊക്കെ കാണിച്ചു തരാം. അല്ലാതെ എല്ലാ ചെടികളും കൊണ്ട് വീടിനകത്ത് വെച്ച് നമുക്ക് ഇൻഡോർ ചെടിയായിട്ട് നടത്താമെന്ന് നമ്മൾ നോക്കണ്ട. അത് പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വീടിനകത്ത് വെക്കുന്ന ചെടി അകത്തും, പുറത്ത് വെക്കുന്ന ചെടി പുറത്തും, ഷെയ്ഡിൽ വെക്കുന്നത് ഷെയ്ഡിലുമായിട്ട് വെക്കാനുള്ള ഒരു നമ്മളതിൽ ഒരു ഇത് വേണം. എന്നാലേ നമുക്കതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ചെറിയ ചെറിയ കൊച്ചു വീഡിയോ ഇടുന്ന കാരണമാണ് ആൾക്കാർക്കത് കാണാനും ഒന്ന് അതിൻ്റെ കമൻ്റ് അടിക്കാനൊക്കെ ഒരു സമയം കിട്ടുന്നത്. നമ്മളാരെയും ഈ വീഡിയോ ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മൾ ചെറിയ ചെറിയ സമയങ്ങളിൽ മാത്രം വീഡിയോ ഇട്ട് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ ആകർഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നമ്മളെ ലൈക്കും ഷെയറും ഒക്കെ തന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം എല്ലാവരും എന്നെ കണ്ടിച്ച് വിളിച്ച് പറയുന്നുണ്ട്, വളരെ മനോഹരം, ഞങ്ങളുടെ സമയം കളയുന്നില്ല, നമ്മളെ വളരെയധികം നന്ദി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ ഇത് കൂടി ചെടികൾ നിങ്ങളുടെ വീടിനകത്ത് നല്ല ഫോട്ടിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. അല്ലാതെ എല്ലാ ചെടികളും കൊണ്ട് വീടിനകത്ത് വെച്ചാൽ ശരിയായില്ല. ഇത് അപ്പുറം നിൽപ്പുണ്ട്, അഗ്ലോണിയമായ ഐറ്റങ്ങൾ വേറെയുണ്ട്, അതെല്ലാം കൊണ്ട് വെക്കുക. അപ്പം വീടൊരു മനോഹരമായിട്ട് ജീവനുള്ള വീടായിട്ട് വളർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ചെടികളാണ് നിങ്ങൾക്ക് ആവശ്യം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക.